CPI നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കെ ഇനി എത്ര നാൾ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിൽ MR അജിത് കുമാറിന് തുടരാനാകും എന്നതിൽ ചോദ്യം ശക്തം. മുഖ്യമന്ത്രി ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂർ പൂര ദിവസം സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ അലങ്കോലപ്പെടുമ്പോൾ ADGP ഇടപെടാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു. ADGPയുടെ അന്നത്തെ സമീപനത്തിൽ DGPക്ക് എതിർപ്പുണ്ട്. അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് DGP ഉടൻ സർക്കാരിന് സമർപ്പിക്കും. VV വിനോദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, DGPക്ക് എതിർപ്പുണ്ട്. CPI നേരത്തെ തന്നെ കടുത്ത വിമർശനം എല്ലാ ദിവസവും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിലപാട് കടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റി നിർത്തണം, MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം അവർ ഓരോ ദിവസവും ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ വലിയ വിമർശനം. ഇതിനിടയിലൊക്കെയും സംരക്ഷണ കവചം ഒരുക്കി മുഖ്യമന്ത്രി അത് ഒരുക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര നാൾ മുഖ്യമന്ത്രിക്ക് അത് തുടരാൻ കഴിയുമെന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഈ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രിക്ക് വഴങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതോടൊപ്പം ഈ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് അത് സർക്കാരിന് മുന്നിലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ആര്യ, മുഖ്യമന്ത്രിയുടെ ഒരു സംരക്ഷണം മാത്രമാണ് MR അജിത് കുമാറിന് ഇപ്പോഴുള്ളത്. അതായത് മുന്നണിക്കുള്ളിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ, പ്രത്യേകിച്ച് CPI, NCP തുടങ്ങി RJD തുടങ്ങി എല്ലാ പാർട്ടികളും തന്നെ ADGPയുടെ നിലപാടിനെ വിമർശിച്ച് രംഗത്തുണ്ട്. മാത്രമല്ല ADGP സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണം എന്നൊരു ആവശ്യം അത് നിർബന്ധമായും CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത്, ഇത് തൃശൂരിലെ തോൽവിയുമായി ചേർത്ത് വെച്ചാണ് CPI ഈ സാഹചര്യത്തെ കണക്കൂട്ടുന്നത്. ഒരു കാരണവശാലും ADGPയുടെ കൂടിക്കാഴ്ചയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് CPI ഉള്ളത്. കഴിഞ്ഞ ദിവസവും ബിനോയ് വിശ്വവും പ്രകാശ് ബാബുവും ഉൾപ്പെടെയുള്ളവർ സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം അത് പരസ്യമായി തന്നെ അവർ ആവർത്തിക്കുന്ന നിലയുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് പലവിധ സമ്മർദ്ദമാണ്. DGPയുടെ നിലപാട് അത് MR അജിത് കുമാറിന് അനുകൂലമല്ല. കാരണം തൃശൂർ പൂരം നടക്കുന്ന ദിവസം MR അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു. RSS നേതാക്കളുമായി അതിന് മുൻപ് നടത്തിയ കൂടിക്കാഴ്ച, ഇതേക്കുറിച്ചുള്ള മൊഴി നൽകുന്നതിന് വീണ്ടും MR അജിത് കുമാറിനെ വിളിച്ചു വരുത്തി. മാത്രമല്ല തൃശൂർ പൂര ദിവസം അവിടെ ഉണ്ടായിരുന്നിട്ടും ഈ സാഹചര്യം അലങ്കോലമാകുന്നു എന്നത് അറിഞ്ഞിട്ടും MR അജിത് കുമാർ അതിൽ ഇടപെട്ടില്ല. അത് തന്നെയാണ് ഗൗരവതരമായി കാണുന്നത്. അങ്ങനെയെങ്കിൽ ADGP എന്തിന് അവിടെ തുടർന്നു എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ്, ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണമാകട്ടെ ഈ സുരക്ഷ സംബന്ധിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, അതിന്റെ രൂപരേഖയുണ്ട്. അതെല്ലാം തന്നെ MR അജിത് കുമാർ മാറ്റിമറിച്ചു. എന്നിട്ട് താൻ നിശ്ചയിച്ച പ്രകാരം അത് അലങ്കോലമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി MR അജിത് കുമാർ തൃശൂരിൽ തുടരുകയും എല്ലാം അലങ്കോലപ്പെട്ട സാഹചര്യത്തിൽ അവിടെ നിന്ന് അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തു എന്നതാണ്. MR അജിത് കുമാർ എന്തിന് തൃശൂരിൽ തുടർന്നു, ഈ ഇത്രയും സ്ഥിതിഗതികൾ വഷളായിട്ടും ഇടപെട്ടില്ല, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇത് വലിയ സംശയങ്ങൾക്ക് ഇട നൽകുകയും ചെയ്യുന്നു. അതിനു മുൻപായിരുന്നു ഈ കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന കാര്യമാണ് MR അജിത് കുമാർ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ MR അജിത് കുമാറിന്റെ ആ മറുപടിയിൽ കാര്യങ്ങൾ തൃപ്തമാകാനുള്ള ഇടയില്ല. മാത്രമല്ല DGP പോലും പല സംശയങ്ങൾ ഉന്നയിക്കുന്നു. നേരത്തെയും ഈ സൂപ്പർ DGP കളിക്കുന്ന നിലയിലേക്ക് MR അജിത് കുമാർ പോയിരുന്നു. പോലീസ് ആസ്ഥാനം അറിയാതെ പല ഉത്തരവുകളും പുറത്തിറക്കുകയും സർക്കുലറുകൾ നൽകുകയും ചെയ്യുകയും പിന്നീട് DGPക്ക് തന്നെ അത് തിരുത്തേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. DGPക്ക് മുകളിൽ ഭരിക്കുന്ന നിലയിലേക്ക് MR അജിത് കുമാർ പലപ്പോഴും പോയിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ ആരോപണങ്ങളായി വന്നത്. PV അൻവറിന്റെ അടക്കം ആരോപണങ്ങൾ ഈ നിലയ്ക്ക് വരികയും ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, കൊലപാതകം നടത്തി തുടങ്ങി ഒട്ടനവധി ആരോപണങ്ങൾ, അതിനുള്ള അന്വേഷണം. നേരത്തെ തന്നെ ഒരു റിപ്പോർട്ട് DGPയുടേതായി സർക്കാരിന് ലഭിച്ചിരുന്നു. ഇനി RSS നേതാക്കളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാരിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ആ അനുമതിക്ക് പോലീസ് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടായാൽ കൂടിക്കാഴ്ച നടത്തിയ നേതാക്കളുമായി അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കത്ത് ലഭിച്ചാൽ അന്വേഷണവുമായി സഹകരിക്കാം എന്നൊരു നിലയിലാണ് RSS നേതൃത്വമുള്ളതെന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. MR അജിത് കുമാർ തലസ്ഥാനത്ത് തന്നെ RSS നേതാവായ സുഹൃത്തിനൊപ്പമാണ് ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് പോയത്. രണ്ടാമത് റാം മാധവിനെ തിരുവനന്തപുരത്ത് കാണുമ്പോൾ ചില ബിസിനസ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങളുണ്ട്. ഏതായിരുന്നാലും അക്കാര്യങ്ങളിലൊക്കെയും ADGPയുടെ വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ
ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സംരക്ഷണം മാത്രമാണ് എം ആർ അജിത് കുമാറിന് ലഭിക്കുന്നത്. ഈ ഒരു സംരക്ഷണം കൊണ്ട് മാത്രം എം ആർ അജിത് കുമാറിന് കസേര നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. പ്രതിപക്ഷം, CPI, DGPയുടെ പല കാര്യങ്ങളിലെ എതിർപ്പ് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എത്ര നാൾ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ആര്യ, തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകുന്നത്. വിനോദ്.